മനുഷ്യചരിത്രം കുടിയേറ്റത്തിൻ്റെയും കുടിയിറക്കത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ്. രാജ്യാതിർത്തികളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റിടങ്ങളിലേക്കൊക്കെ ഈ രാജ്യമെന്ന സങ്കല്പം ഉണ്ടാകുന്നതിന് മുമ്പും ശേഷവും ധാരാളം മനുഷ്യർ തൊഴിലന്വേഷിച്ചും ജീവനോപാധികൾക്കുമായൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്നവരിൽ കുറേ പേർക്ക് അതിൻ്റെ നിയമപരമായ ആ യാത്രാ സംഗതികൾ ശരിപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടാനോ കഴിയാതെ വരുന്ന ഹതഭാഗ്യരായ കോടികളാണ് ലോകത്തുള്ളത്. അത് പല സാഹചര്യങ്ങളിൽ പലയിടങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യരാണ്. രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കപ്പെടാനുള്ളതല്ല, അനുസരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അതിന് എന്തെങ്കിലും തരത്തിലുള്ള വിരുദ്ധ നിലപാടുള്ളപ്പോൾ ആ മനുഷ്യരെ നിയമപരമായ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് തെറ്റല്ല. എന്നാൽ അവരെ നാൽക്കാലി മൃഗത്തിൻ്റെ പോലും ഒരു ന്യായമായ മനുഷ്യാവകാശം നൽകാതെ ക്രൂരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ക്രൂരന് മാത്രമേ സാധ്യമാകുള്ളൂ. അവനാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഭീകരൻ. അത്തരമൊരു പ്രവൃത്തിയാണ് ഇന്ത്യക്കാരായ മനുഷ്യരോട് ഡൊണാൾഡ് ട്രംപ് എന്ന എന്തോ സർവാധിപത്യത്തിൻ്റെയും സമഗ്രാധിപത്യത്തിൻ്റെയും ഉടയതമ്പുരാൻ എന്നുള്ള നിലയിൽ ചിലരൊക്കെ വാഴ്ത്തുന്ന ഒരാളിൽ നിന്നുണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അത്തരത്തിൽ ക്രൂരമായി പെരുമാറിയതിന് ലോകത്താകെ രോക്ഷമുയർന്നപ്പോൾ അത് മനസ്സിലാക്കി ചരക്ക് വിമാനം മാറ്റി യാത്രാവിമാനത്തിലാണ് ഇന്ന് ബ്രസീലുകാരായ കുടിയേറ്റക്കാരെ ഈ ട്രംപെന്ന വിടുവായിത്തം പറയുന്ന, പലപ്പോഴും യുക്തിബോധമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഇല്ലാത്ത, തെരഞ്ഞെടുപ്പ് കൊണ്ട് പണ്ട് കുറേ മണ്ടന്മാരും കുറേ വികാരികളും ചേർന്ന് ചില രാജ്യഭരണാധികാരികളെ, ചില ക്രൂരന്മാരെയും മണ്ടന്മാരെയും തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതിന് തുല്യമായി ഒരു പ്രവൃത്തി ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായത്. നമ്മുടെ നാട്ടിലൊക്കെ നാൽക്കാലി മൃഗങ്ങളെ ഒരു ചന്തയിൽ നിന്നും മറ്റൊരു ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിയന്ത്രിക്കാൻ പോലും നിയമങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യക്കാരായ മനുഷ്യരെ ചരക്ക് കയറ്റി അയക്കുന്ന വിമാനത്തിൽ അതിൻ്റെ സംവിധാനങ്ങളുടെ പോരായ്മകളൊക്കെ നമുക്കറിയാവുന്നതാണ്. മണിക്കൂറുകളോളം കൈകാലുകൾ ബന്ധിച്ച് ഒടുവിൽ അമൃതസറിലെത്തിച്ചാണത്രേ ആ കൈകാലുകൾ അഴിച്ചുവിട്ടത്. നമ്മളോട് പണ്ട് ബ്രിട്ടീഷുകാരൻ കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയായ കൊളോണിയലിസത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ ജനത ഇതുപോലെ അപമാനിക്കപ്പെടുന്നത് എന്നതാണ് സത്യം. ട്രംപ് ആരുടെ ഫ്രണ്ടായാലും ആരുടെ ഹീറോ ആയാലും ആർക്കെങ്കിലുമൊക്കെ എന്തോ ആയി തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത്രയും ഒരു നികൃഷ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ലാത്തവണ്ണമാണ് ഇന്ത്യക്കാരായ മനുഷ്യരോട് അയാൾ പെരുമാറിയത്. ഇന്ത്യ യഥാർത്ഥത്തിൽ വലിയൊരു കമ്പോളമാണ്. ഇന്ത്യയുടെ സഹായം കൂടാതെ ഈ അമേരിക്കയിൽ കാണുന്ന തിളക്കമൊക്കെ അമേരിക്കക്കാരൻ്റെ എന്തോ വമ്പൻ നേട്ടമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ വിഡ്ഢിയാണ്. അവൻ ഈ കാണുന്ന നേട്ടവും തിളക്കവുമൊക്കെ ബാക്കി രാജ്യങ്ങൾ അവനെ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കത്തക്ക വിധം ബാക്കി രാജ്യങ്ങൾ ബാക്ക് എൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ ആണെന്നുള്ളതാണ് ഒരു സത്യം. ലോകത്തുള്ളവനാർക്കും യവൻ്റെ സാധനം വാങ്ങിക്കാതെയും ഉപേക്ഷിക്കുകയും യവന് സാധനം നൽകാതെയും ഇരുന്നാൽ ഇവൻ ചില ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ ദയനീയമായ സ്ഥിതിയിലാകുമെന്ന യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മെക്സിക്കോയുടെ പ്രധാനമന്ത്രി നല്ല കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് ട്രംപ് എന്ന് പറയുന്ന ഈ നികൃഷ്ടനോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എടുക്കാം. അങ്ങനെ പറയാനുള്ള ആർജവവും അന്തസ്സുമാണ് കാണിക്കേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങൾ അമേരിക്കയിലെത്തിയത് അവിടെ ഭീകരപ്രവർത്തനം നടത്താനല്ല. അമേരിക്കക്കാരന്മാർ പലരും പല രാജ്യങ്ങളിലേക്കും പോയത് അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനോ ആ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനോ ആ രാജ്യത്തിനെ നശിപ്പിക്കാനോ ഒക്കെയാണെന്നുള്ളതാണ് സത്യം. പറയുമ്പോൾ സ്നേഹസേനയാണ്, സമാധാന സേനയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അവൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്നതാണൊരു യാഥാർത്ഥ്യം. ഏതായാലും ഇതിനു വേണ്ടി പല രാജ്യങ്ങളിലും പോകുന്നവർ തൊഴിലിനോ ജീവിതത്തിനോ ആയി എത്തിയ പാവം മനുഷ്യരെ ഇത്ര ക്രൂരവും നീചവുമായി കൈകാര്യം ചെയ്തിട്ടും നമ്മളതാണ്ട് നടുക്കം രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിൽ ഞടുക്കമൊന്നുമല്ല രേഖപ്പെടുത്തേണ്ടത്. അതിൽ മുഖത്തടിച്ച മറുപടിയാണ് ഒരു അഭിമാനമുള്ള, പണ്ട് ടാഗോറിൻ്റെ ഗീതികളിൽ പറയുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്നത് അഭിമാനമാണെന്ന് കാണുന്ന ഒരു രാജ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ പിന്നിലെ ഏറ്റവും നികൃഷ്ടമായ മനസ്സിൻ്റെ ഭാവം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യം വളരെ സുഹൃത്താണ് അല്ലെങ്കിൽ വേറെന്തോ ആണെന്നൊക്കെ പറഞ്ഞ്
ഈ നാട്ടിൽ വന്ന് കൊട്ടിഘോഷിച്ച് തോളിലേറ്റിക്കൊണ്ട് നടന്ന ശേഷം ഭാരതീയരായ മനുഷ്യരോട് കാണിച്ച ആ നീച പ്രവൃത്തിയെ ഓരോ ഭാരതീയനും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവനെ വെറുക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെ ഒരു പ്രതിഷേധം ഇന്ത്യയിൽ നിന്ന് പലരും ഉയർത്തിയതുകൊണ്ട് ബ്രസീലിലുള്ള ആളുകളെ ചരക്ക് വിമാനം ഒഴിവാക്കി ഏതായാലും യാത്രാ വിമാനത്തിൽ അവിടെ എത്തിച്ചു. അത്രയും മര്യാദ കാണിച്ചു. എന്നാൽ നമ്മുടെ രാജ്യത്തോട് കാണിച്ചത് ഒട്ടും യോജിക്കാവുന്ന ഒന്നല്ല എന്നതാണ് സത്യം. ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. ഇങ്ങനെ കൊള്ള ചെയ്തുകൊണ്ട് പോയി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമുണ്ടാക്കിയവൻ ഇന്ന് പലതിനും വേണ്ടി കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതും മറിച്ച് കാണാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും, 10-50 വർഷം വേണ്ടി വരും. പക്ഷേ ഉറപ്പായും ഈ അനീതിയും നീചത്വവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടും, തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.